തിരുവല്ലയിലെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് വേണ്ടി നികത്തിയ 1.53 ഹെക്ടർ നെൽവയലും തോടും 45 ദിവസത്തിനകം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഗോസ്പൽ ഫോർ ഏഷ്യ അധ്യക്ഷൻ KP യോഹന്നാന്റെ പേരിലാണ് നികത്തിയ നിലം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നതിനു ശേഷമാണ് അനധികൃതമായി നിലം നികത്തിയിരിക്കുന്നത്. മാപ്പും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ അനധികൃതമായിട്ട് നഖം ഉദ്ദേശിച്ചാലും കൂടുതൽ നികത്തിയിട്ടുണ്ട്. പിന്നെ ആ പണ്ടത്തെ ആദ്യമേ അവരുടെ ആ ഒരു സ്ഥലത്ത് ഒരു തോടുണ്ടായിരുന്നു, ഒരു ഭൂസ്ഥിതി തോടെന്നാണ് അതിനകത്ത് റവന്യൂ റെക്കോർഡുകളിൽ കാണുന്നത്. അപ്പോൾ ആ ഭൂസ്ഥിതി തോട് ഒരു ഡൈവേർട്ട് ചെയ്തിടത്താണ് ഇപ്പോൾ ഒരു ബഹുനില മന്ദിരം ഇരിക്കുന്നത്. കളക്ടറുടെ ഉത്തരവിന്മേൽ ഗോസ്പൽ ഫോർ ഏഷ്യ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് തിരുവല്ല കൃഷി ഓഫീസറോട് ഭൂമിയുടെ 2008 മുമ്പുള്ള സ്വഭാവവും ഡിജിറ്റൽ മാപ്പും അടങ്ങുന്ന റിപ്പോർട്ട് നൽകാനും അതുവരെ തൽസ്ഥിതി തുടരാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ മെഡിക്കൽ കോളേജിനായി 3 ഹെക്ടർ നിലം നികത്താൻ അനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ മറവിലാണ് 6 സർവേ നമ്പറുകളിലായി അനുമതിയില്ലാതെ നിലം നികത്തി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. നഗ്നമായ നിയമലംഘനം ചൂണ്ടിക്കാട്ടി തിരുവല്ല സബ് കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് കൂടി പരിഗണിച്ച സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. തിരുവല്ലയിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1.